ധ്രുവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോഴങ്ങോട്ട് പോകരുത്. മഹാരാജാവിന്റെ കൂടെ ഉത്തമയിൽ ഇരിക്കുന്നത് നിനക്ക് കണ്ടുകൂടെ? അവനായിരിക്കും അടുത്ത കിരീടാവകാശി, അവനായിരിക്കും അടുത്ത മഹാരാജാവ്. അതുപോലെ നീ വിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയാലേ രാജസിംഹാസനത്തിന് നീ യോഗ്യനാകൂ. പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാനനത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് വിഷ്ണു പ്രീതി നേടിവരൂ. പോയിക്കൊള്ളൂ. എങ്ങോട്ടാണ് ധൃതിയിൽ യാത്ര? ഈ വനത്തിലൂടെ ഒറ്റയ്ക്കിതെങ്ങോട്ടാ? ഞാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ പോകുന്നു. മന്ത്രമൊക്കെ അറിയാമോ? ഇല്ല. മന്ത്രമറിയാതെ നീ എങ്ങനെ തപസ് ചെയ്യും? അതറിയില്ല. ഒന്നറിയാം, ഞാൻ തപസ് ചെയ്തിരിക്കും. വരൂ മകനെ, നിനക്ക് ഞാൻ മന്ത്രം പഠിപ്പിച്ചു തരാം. സത്യം? ഓ സത്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ നാരായണ, എന്നെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നെ ആർക്കും ഇഷ്ടമില്ല. അങ്ങയെ തപസ് ചെയ്ത് ചെന്നാൽ മടിയിലിരുത്താമെന്ന് പറഞ്ഞു സുജിയമ്മ. മകനെ, നിന്റെ സർവ അഭീഷ്ടങ്ങളും ഉടനെ നടക്കും. ധൈര്യമായി നീ തിരിച്ചു പോകൂ. കരയാതെ. എൻ്റെ നാരായണനല്ലേ പറയുന്നത്, നന്നായി വരും. നാരായണ 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 നാരായണ. തപസ്സനുഷ്ഠിച്ച് വിഷ്ണുപ്രീതി നേടി വരുന്ന ധ്രുവരാജകുമാരനെ സ്വീകരിക്കാൻ രാജ്യം മാനയും അമ്പാരിയുമായി ഒരുങ്ങി നിൽക്കുക.